പരീക്ഷാകാലമാണ് വരുന്നത്. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് അകത്തി എന്നാലേ ഉള്ളൂ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി കിട്ടുള്ളൂ എന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ ഇവർ ഒന്നും കഴിക്കുന്നില്ല എന്നാണ് പേരൻസിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അവരെ എളുപ്പത്തിൽ കഴിപ്പിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം കൂടെ നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വെച്ചിട്ട് നല്ലപോലെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക. ഇനി ഈ ചപ്പാത്തി എടുത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. കല്ല് ചെറിയ ചൂട് വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുട്ട കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ മുട്ടയ്ക്കകത്തോട്ട് സ്ക്രാമ്പിൾ പോലെ ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് ഓർമ്മശക്തി കിട്ടും. പ്രായമുള്ളവർക്കൊക്കെ അത് നല്ലതാണ്. മഷ്റൂം കൊത്തി അരിഞ്ഞത്, അതുപോലെ കോളിഫ്ലവർ കൊത്തി അരിഞ്ഞത്, ഇതൊക്കെ വയറ്റുവാണെങ്കിൽ നല്ല ടേസ്റ്റും ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ അതിനകത്ത് ബട്ടറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ചീസ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് ഈ ചീസ് നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇടാവുന്നതാണ്. അതുപോലെ ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെണ്ണ കുറച്ചൊന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒട്ടിയിരുന്ന് കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമിന് പോകുമ്പോഴൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിലും ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിച്ചുകൊണ്ട് തന്നെ അവർക്കത് പിടിച്ചങ്ങ് കടിച്ച് കഴിക്കാനായിട്ട് എളുപ്പം വരും. അപ്പം അല്ലാതെ പഠിക്കുന്ന സമയത്തല്ലെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പം പെട്ടെന്ന് ഇവർക്ക് കഴിച്ചിട്ട് ബാക്കി പോയി പഠിക്കാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണിത്. അപ്പം ഇതിൻ്റെ 3 വശത്തും ചീസ് ചേർത്തിട്ട് ഈ ചൂടത്തൊന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അത് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് പോകാതെ ഇങ്ങനെ വരത്തില്ല. അത് ചൂടാകാത്തതുകൊണ്ടാണ്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇരുന്നോളും. നന്നായിട്ട് പ്രസ്സായിട്ടുള്ളൂ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു ഭക്ഷണമാണിത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കുട്ടികൾക്ക് വേണോ, ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. നോയമ്പ് കാലത്തൊക്കെ വളരെ നല്ലതാണ് വെജിറ്റബിൾസും. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി ബട്ടറും ചീസും നെയ്യും ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റുണ്ട്. സോയാബീൻ ഫ്രൈ ചെയ്തതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പം അതുപോലെ ചെറിയ ചെറിയ ഇലകളൊക്കെ ചീരയൊക്കെയാണ് ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ മാങ്ങയോ എന്തെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമായി. അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.